ദാവീദ് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ്. നമ്മുടെ ആരാധനയിലും നമ്മുടെ പാരമ്പര്യങ്ങളിലും എല്ലാം കൗമ നിന്നുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിതാക്കന്മാർ ഇങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. കുമ്പിട്ട് ശരീരം പുറകോട്ട് ചായച്ചു നിർത്തിക്കൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ താൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യതയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാണ്? എൻ്റെ ഗ്രഹവും എന്താണ്? നമുക്കറിയാമല്ലോ, മോശയ്ക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മോശയ്ക്ക് എന്നതുപോലെ ദാവീദിന്റെ ജീവിതത്തിലെ മോഹഭംഗമാണ് ദേവാലയം നിർമ്മിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത്. ദാവീദിന്റെ ജീവിതത്തിലെ മോഹഭംഗമാണ് ദേവാലയം നിർമ്മിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത്. മനോഹരമായ ദേവാലയ നിർമ്മാണം ദാവീദിന്റെ വലിയ സ്വപ്നമാണ്. പക്ഷെ ദൈവം അത് നിഷേധിച്ചു. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ദാവീദിന്റെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവമുണ്ട്. ദൈവത്തിന് വേണ്ടി എനിക്ക് ഒരാലയം നിർമ്മിക്കുവാൻ കഴിയാതെ പോയപ്പോൾ ദാവീദിന് ഏറെ നിരാശയുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ നിരാശകൾക്കിടയിൽ, ദാവീദിന്റെ നിരാശകൾക്കിടയിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എൻ്റെ നിരാശകൾക്കിടയിൽ, ദാവീദിന്റെ നിരാശകൾക്കിടയിൽ, പ്രതിസന്ധികൾക്കിടയിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ പദ്ധതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. 3 കാര്യങ്ങൾ കൊണ്ടാണ് ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അത് ദാവീദിന്റെ ജീവിതത്തിൽ യോഗ്യത എന്ന വാക്കുകൊണ്ടാണ് പൂരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 3 കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ ദാവീദ് പറയുന്നത്. അത് 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മാനം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ, കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നമുക്കറിയാമല്ലോ, അറിവ് എന്ന് പറയുന്നത് ആഴമായ ബന്ധത്തിന്റെ ബഹിർസ്ഫുരണമാണ്. അറിവ് എന്ന് പറയുന്നത് എന്നോട് കൂടുതൽ അടുക്കുമ്പോഴാണ് എന്നെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ കഴിയുന്നത്. എൻ്റെ ദൈവത്തോട് കൂടുതലായി അടുക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തെ എനിക്ക് കൂടുതലായി അറിയുവാൻ കഴിയുന്നത്. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ പറയുകയാണ്, കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. അതാണ് ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്. അറിയുന്നതിന് 2 മാനദണ്ഡങ്ങളാണ് ദാവീദ് ഈ വേദഭാഗത്തിൽ പഠിപ്പിക്കുന്നത്. ഒന്ന്, നിന്റെ വചനം നിമിത്തം. നിന്റെ വചനം നിമിത്തം. എന്താണ് വചനം? വചനം അനുഗ്രഹമാണ്. ദാവീദ് രാജാവ് ഈ വേദഭാഗത്തിലൂടെ, ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. വചനത്തിൻ്റെ ഡെഫിനിഷൻസുകൾ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാം, വചനം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. 2, യോഗ്യത നീ അറിയുന്നത്. വചനം ഒന്നാണെങ്കിൽ 2, പ്രസാദം. ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ പ്രസാദപ്രകാരമാണ് ദൈവം എന്നെ അറിയുന്നത് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നോ, അതിന് വിധേയത്വം ഉണ്ടാവുക, അനുസരണം ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, ഒരിക്കൽ യേശുതമ്പുരാന്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ടവർ പറയുകയാ, ഇതാ നിന്റെ അപ്പനും, ഇതാ നിന്റെ അമ്മയും, ഇതാ നിന്റെ സഹോദരന്മാരും വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യേശുതമ്പുരാന്റെ മറുപടി ഇങ്ങനെയല്ലേ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആരു നിറവേറ്റിയോ അവരാണ് എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങൾ. അവിടെ നമ്മൾ ചോദിക്കും, അപ്പനും അമ്മയും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരല്ലേ എന്ന്. യേശുവിനറിയാം, ലോകത്തിൽ ഏറ്റവും അധികമായി പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഉദാത്ത മാതൃകകളാണ് കന്യകമറിയാം അമ്മയും യൗസേഫ് പിതാവും. അതുകൊണ്ടാണ് കർത്താവ് തമ്പുരാൻ ചങ്കൂറ്റത്തോടെ തന്നോടൊപ്പമായിരിക്കുന്നവരോട് പറയുന്നത്, എൻ്റെ ഇഷ്ടം, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുമെന്ന്.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രസാദം, ദൈവത്തിന് ഇഷ്ടം തോന്നുവാൻ വിധേയത്വവും അനുസരണവുമുള്ള അവരായി തീരുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി നിരാശകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആത്മസംഘർഷങ്ങൾ പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ അനുസരണയോടെ ആയിരിക്കുവാൻ നമുക്കാവുക. 2, ആ ഇഷ്ടം നിറവേറ്റിത്തരുവാൻ അപേക്ഷിക്കുക. ആ ഇഷ്ടം നിറവേറ്റിത്തരുവാൻ അപേക്ഷിക്കുക. അത് തന്നെയാണ് ദാവീദ് ദൈവസന്നിധിയിൽ പകരുന്ന ശ്രേഷ്ഠമായ പ്രാർത്ഥന. എനിക്കെൻ്റെ ദേവാലയം, ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ കഴിയാതെ പോയപ്പോൾ എൻ്റെ തലമുറകളിലൂടെ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായി പറയുകയാണ്, ദാവീദിൻ്റെ സിംഹാസനവും ദാവീദിൻ്റെ രാജത്വവും എന്നേക്കും സ്ഥിരമായിട്ടുള്ളതാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, ദൈവത്തിന് വേണ്ടി ഒരു ആലയം, ഗൃഹം പണിയുവാൻ പോവുകയാണ്. അത് നിന്റെ മകനിലൂടെയാണ്, നിന്റെ തലമുറകളിലൂടെയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചിന്തിക്കണം, പഠിക്കണം. ദാവീദിൽ കൂടി തന്നെയാണ് ദൈവം ദേവാലയം നിർമ്മിച്ചത്. ദാവീദിൽ കൂടി തന്നെയാണ് ദൈവം ദേവാലയം നിർമ്മിച്ചത്. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഈ ദേവാലയത്തിന്റെ പണികളുടെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ ദൈവം എഴുതി രേഖാമൂലം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിരാശകൾ വേണ്ട. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമാകുവാൻ തക്കവണ്ണം ഞാൻ ആരാകുന്നു, എൻ്റെ ഗ്രഹം എന്താകുന്നു, എൻ്റെ തലമുറകളുടെ അടിസ്ഥാനം എന്ത് എന്ന് വളരെ ശാന്തമായി ചിന്തിക്കണം. ഈ കോവിഡ് കാലത്ത് വളരെ ശക്തമായ 2 വാക്കുകളാണ്. 1 ഹോം, 2 ഹോം ലാൻഡ്. നാടും വീടും. നാടും വീടും. നമ്മൾ കണ്ടില്ലേ, കേരളത്തിൽ വൻ കെട്ടിടങ്ങൾ പടുത്തുയർത്തിയവരാണ്. ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ കടന്നു വന്ന സഹോദരങ്ങൾ. നമ്മളവരെ വിളിച്ച പേര് വളരെ വിനയത്തോടെ, വളരെ ബഹുമാനത്തോടെ നമ്മൾ വിളിച്ചു അതിഥി തൊഴിലാളികൾ എന്ന്. അതിഥി തൊഴിലാളികൾ പലായനം ചെയ്യുകയാണ് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കണം, അതിഥി തൊഴിലാളി എന്ന് പേര് വിളിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ ഞാൻ കെട്ടിപ്പൊക്കിയ ഭവനം നിർമ്മിച്ച, എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, എനിക്ക് വേണ്ടി വിയർപ്പൊഴുകിയ, എനിക്ക് വേണ്ടി വെയിലത്ത് നിന്ന് പണിയെടുത്ത ഈ തൊഴിലാളിയെ എൻ്റെ കൂരയോട് ചേർത്ത് നിർത്തുവാൻ ഒരു മനസ്സ് ഞാൻ കാണിച്ചിരുന്നുവെങ്കിൽ ഔറംഗാബാദിൽ റെയിൽവേ പാളത്തിൽ കിടന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിയപ്പോൾ തീവണ്ടി ചവിട്ടി അരച്ച് മെതിച്ചു കൊണ്ടുപോയി തൊഴിലാളികളെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പേരുകൾ വിളിക്കുവാൻ എളുപ്പമാണ്. ഓരോ പേരും അർത്ഥതലത്തിലാക്കുവാനുള്ള ഇടം ഞാനും നിങ്ങളും തേടുമ്പോഴാണ് അതിൻ്റെ അർത്ഥവ്യാപ്തി, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഈ കോവിഡ് കാലം യഥാർത്ഥത്തിൽ പലായനത്തിൻ്റെ കാലം തന്നെയാണ്. ഇന്ന് വിദേശങ്ങളിലായിരിക്കുന്ന എത്രയോ പേര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, എനിക്കെൻ്റെ വീട്ടിലേക്കൊന്ന് മടങ്ങി വരണം എന്നുള്ളത്. എനിക്കെൻ്റെ സ്വന്തം മാതാപിതാക്കളോടൊപ്പം, ജീവിത പങ്കാളിയോടൊപ്പം, മക്കളോടൊപ്പം ആകണമെന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നവരാണ്. അവിടെയാണ് ദൈവസന്നിധിയിൽ ദാവീദ് രാജാവ് പാടുന്ന ഈ വലിയ കീർത്തനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്. ഞാൻ ഇന്ന് ശ്വാസം ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ക്രിസ്തുവിൻ്റെ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈശ്വരനിലേക്കുള്ള വഴി തന്നെയാണ്. വീട്ടിലേക്കുള്ള വഴി ദൈവത്തിങ്കലേക്കുള്ള വഴി തന്നെയാണ്, ആത്മീയ പാഠശാല തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകനോട് യഹോവയാം ദൈവം പറയുന്നത്, നിന്റെ വീട്ടുകാര്യം ക്രമീകരിക്കുക എന്നാ പറയുന്നത്. നിന്റെ ഗ്രഹത്തിന്റെ കാര്യം, നിന്റെ കുടുംബത്തിന്റെ കാര്യം ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കോവിഡ് കാലത്ത് ഏറെ ചിന്തിക്കണം ദൈവാലയവും ആലയവും. എന്താ ദൈവാലയം എന്ന് പറയുന്നത്? ഹൃദയത്തിൽ കെട്ടുപോകാത്ത അഗ്നി സൂക്ഷിക്കുന്നവർക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ഇടമാണ് ദൈവാലയം. ഹൃദയത്തിൽ അഗ്നി സൂക്ഷിക്കുന്നവർക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ഇടമാണ് ആലയം. അനേക ആളുകൾക്ക് കോവിഡ് കാലത്തും ഇന്നും ആരാധനയിൽ ഒരുമിച്ച് കൂടുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ്. എന്നാൽ ദേവാലയത്തിൽ നിന്ന് അഗ്നി, തീ ഒരു മെഴുകുതിരിയിൽ കത്തിച്ച് ശ്വാസം അടക്കിപ്പിടിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദേവാലയത്തിലെ അഗ്നി ഒരു മെഴുകുതിരിയിൽ കത്തിച്ചു പിടിച്ച് ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ച് എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാ. അവിടെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ ജീവിതം ആരാധനയായി മാറുകയാണ്. എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതം ആരാധനയായി മാറുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളിൽ എൻ്റെ ജീവിതം ആരാധനയായി മാറുകയാണ്. ആരാധനയായി മാറുന്ന ഇടമാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ നാട് എന്ന് പറയുന്നത്. ഒരു നൊസ്റ്റോൾജിയ, ഗ്രഹാതുരത്വം എന്നെ വല്ലാതെ ഭരിക്കുകയാണ്. ഞാൻ എപ്പോഴും തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നതും അവിടുത്തെ ഇടം തന്നെയാണ്. ജീവിതം ആരാധനയായി മാറുന്ന സ്ഥലമാണ് എൻ്റെ ഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് ഡിവോഴ്സുകൾ എളുപ്പമാവുകയാണ്. വിവാഹം കഴിച്ച് 2 ആഴ്ചകൾ കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് എന്നെയും നിങ്ങളെയും നമ്മുടെ പൂർവിക പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ജീവിതം എന്ന ആരാധനയെക്കുറിച്ച്, ജീവിതം എന്ന സവിശേഷതയുടെ സാധ്യതയെക്കുറിച്ച്. ഇവിടെ ദാവീദ് രാജാവ് പറയുകയാണല്ലോ, ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. അങ്ങനെ ദാവീദ് പറയുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചതാണ്. കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചതാണ് പാഠം. അതിങ്ങനെ പറയാൻ നമുക്ക് ജീവിത അനുഭവങ്ങളിൽ നിന്ന് നൽകുന്ന ദിശാബോധമാണ്. ജീവിത അനുഭവങ്ങളിൽ നിന്ന് നൽകുന്ന ദിശാബോധമാണ് കർത്താവേ അടിയൻ എന്തുള്ളൂ, അടിയന്റെ ഗ്രഹം എന്തുള്ളൂ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഏറ്റവും വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇസ്രായേലിന് ഒരു രാജാവിനെ കണ്ടെത്തുവാൻ പോവുകയാണ്. ഇശായിയുടെ മക്കളിൽ നിന്ന് രാജാവിനെ കണ്ടെത്തുവാനായി പോകുമ്പോൾ എല്ലാ മക്കളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ മക്കളെ ഇങ്ങനെ കാണിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, ഇവരാരുമല്ല, ഇവരാരുമല്ല, ഇവരാരുമല്ല. നിന്റെ മക്കൾ ഇതുകൊണ്ട് തീർന്നോ എന്ന് ശമൂവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിക്കുകയാണ്. ശമൂവേൽ പ്രവാചകനോട് ഇശായിയോട് ശമൂവേൽ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ മക്കൾ ഇതുകൊണ്ട് കഴിയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ഇടയ ചെറുക്കനെ, ബലഹീനനാകുന്ന ഒരു ഇടയ ചെറുക്കനെ, യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും വളരെ ശ്രദ്ധാപൂർവം ഓർക്കണം, ഇശായി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ല എങ്കിൽ ദാവീദിന്റെ ജീവിതം അവഗണനയായിരുന്നു എന്നാണ് ഉത്തരം. മറ്റു മക്കളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ദൈവം ആ പദ്ധതികളെല്ലാം തകർക്കുവാനായി ശ്രമിക്കുമ്പോൾ ദാവീദ് ബാല്യം മുതൽ നൊമ്പരം അനുഭവിക്കുന്നവനാണ്. ആത്മസംഘർഷത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവനാണ്. ഇസ്രായേലിന് ഒരു രാജാവായി ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. 16-ാം അധ്യായത്തിന്റെ 11, 13, 12 വാക്യങ്ങളിലുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ
പ്രവാചകൻ പറയുകയാ, ഇവനെ അഭിഷേകം ചെയ്യുക. അവഗണിക്കപ്പെട്ടു പോയ മകൻ, അപ്പൻ കൂട്ടിക്കൊണ്ടു പോരാഞ്ഞ മകൻ, അവനെ നോക്കിയാണ് ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്നത്, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവനെ അഭിഷേകം ചെയ്യുക എന്ന്. വീണ്ടും നമ്മൾ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഗോല്യാത്ത് വലിയ കാഹളം മുഴക്കുകയാണ്. ഗോല്യാത്ത് ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേലിനെ ഗോല്യാത്ത് വെല്ലുവിളിക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും വായിച്ചു പഠിക്കണം. മറ്റു 3 മക്കൾ ആ രാജ്യത്തിലെ സൈനിക അധികാരികളാണ്, അല്ലെങ്കിൽ സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ദാവീദിന്റെ സഹോദരന്മാർ. എന്നാൽ ഇശായി ഒരു ഉത്തരവാദിത്തം ദാവീദിനെ ഏൽപ്പിച്ചു. എന്താണ് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? സഹോദരന്മാർക്ക് അപ്പം കൊണ്ടുപോയി കൊടുക്കണം. സഹോദരന്മാർക്ക് അപ്പം കൊണ്ടുപോയി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ഇശായി ഏൽപ്പിച്ചിരിക്കുന്നത്. ദാവീദ് നടന്നങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോൾ സഹോദരൻ ചോദിക്കുന്ന ഒരു വാചകമുണ്ട്, വാക്യമുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നീ ഇവിടെ എന്തിനു വന്നു? നീ ഇവിടെ എന്തിനു വന്നു? ദാവീദിന്റെ സഹോദരൻ എലിയാവ് ദാവീദിനോട് ചോദിക്കുകയാ, നീ ഇവിടെ എന്തിനു വന്നു? നിനക്കിവിടെ വരുവാനുള്ള അധികാരം തന്നതാര്? വീണ്ടും ചോദിച്ചു, മരുഭൂമിയിൽ ആടുള്ളത് നീ ആരെ ഏൽപ്പിച്ചു? മരുഭൂമിയിൽ ആടുള്ളത് നീ ആരെ ഏൽപ്പിച്ചു? വീണ്ടും പറയുകയാ, നിന്റെ അഹങ്കാരം, നിന്റെ നിഗളം എനിക്കറിയാം, നീ പട കാണുവാൻ വന്നവനാണ്. നിന്റെ അഹങ്കാരം, നിന്റെ നിഗളം എനിക്കറിയാം, നീ പട കാണുവാൻ വന്നവനാണ്. ചരിത്രത്തിന്റെ ഗതിയാണ് ദൈവം തമ്പുരാൻ മാറ്റിമറിക്കുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സഹോദരന്മാരാൽ നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോയവനാണ് ദാവീദ്. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പ്രബലനായി നിൽക്കുന്ന ദാവീദ്, മാതാപിതാക്കളുടെ അവഗണനയിൽ രാജാവായി അഭിഷേകം ചെയ്യുവാനായി എത്തുവാൻ കഴിയാതെ പോയവൻ, സഹോദരന്മാരാൽ അവഗണിക്കപ്പെട്ടു പോയവൻ. എന്നാൽ ഗോല്യാത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് ഒരേ ഒരു വാചകമേ ഉള്ളൂ. അതിങ്ങനെയാണ്, ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ. ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ. ഉശാന പെരുന്നാളിലും ദാവീദിന്റെ വംശാവലിയിൽ 28-ാമനായിട്ടാണ് ക്രിസ്തുവിന്റെ പിറവി. നമ്മൾ തലമുറകളെ കുറിച്ച് വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉശാന പെരുന്നാളിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നാണ് നമ്മൾ വലിയ പ്രഖ്യാപനം നടത്തുന്നത്. ദാവീദ് ഗോല്യാത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ദാവീദിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ സംരക്ഷണമാണ് എൻ്റെ ജന്മത്തിന്റെ അവകാശം. ദൈവത്തിന്റെ സംരക്ഷണമാണ് എൻ്റെ ജന്മത്തിന്റെ അവകാശം. നമുക്കൊത്തിരി ജന്മാവകാശം പറയുവാനുണ്ട്, നമുക്കൊത്തിരി കുടുംബ അവകാശം പറയുവാനുണ്ട്, ഒത്തിരി കുടുംബത്തിന്റെ ഓഹരികൾ പറയുവാനുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ദിവ്യമായ പരിപാലനവും സംരക്ഷണവുമാണ് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത്. വീണ്ടും രാജാവിന്റെ മുൻപിൽ, അധികാരിയുടെ മുമ്പിൽ ദാവീദ് കൊച്ചായി പോയി. രാജാവ് പറയുകയാ, നീ ബാലനാണ്, നീ ബാലനാണ്, അവഗണിക്കപ്പെടുകയാണ്, നീ ബാലനാണ്. അധികാരികൾ അവഗണനകൾ നിരത്തുകയാണ്. എന്നാൽ ദൈവത്തിന്റെ കരവലയത്തിൽ ദാവീദ് വളരെ ശക്തമായി നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നു, ഭാര്യയാൽ നിന്ദിക്കപ്പെട്ടവനാണ്. മീഖൾ അവനെ നിന്ദിക്കുകയാണ്. എന്താണ് ആ നിന്ന എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പെട്ടകം നീ വഹിച്ചു എന്നതാണ് മീഖൾ ദാവീദിനെ നിന്ദിക്കുന്നത്. ദാവീദ്, ഞാൻ ചിന്തിക്കണം, നാം ചിന്തിക്കണം, ദാവീദ് കൽപ്പന പുറപ്പെടുവിക്കുകയല്ല, കൽപ്പനകൾ നടപ്പിലാക്കി തരികയാ തന്റെ കൈകൾ കൊണ്ട്. തന്റെ ജനം ദൈവത്തിന്റെ പെട്ടകം കൈകളിൽ ഏൽക്കണമെന്നല്ല ദാവീദ് പറയുന്നത്, തന്റെ കൈകൾ കൊണ്ട് ദൈവത്തിന്റെ പെട്ടകം ചുമന്നവനാണ് ദാവീദ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അത്രമാത്രം സംരക്ഷണത്തിന്റെ
കരവലയത്തിലാണ് ദാവീദ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ രാജാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. സങ്കടങ്ങൾ, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന അനുഭവം, ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യതയുണ്ടാകുന്ന അനുഭവങ്ങൾ. യഥാർത്ഥത്തിൽ ദാവീദ് സങ്കടങ്ങളുടെ അനുഭവത്തിലൂടെ വളർന്നു വന്നവനാണ്. ബലഹീനതകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നവനാണ്. ഞാനും നിങ്ങളും ഇന്ന് ഒത്തിരി സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കേൾക്കുക, ചിന്തിക്കുക. നമ്മളാക്കിയത് മുഴുവൻ സങ്കടങ്ങളാണ്. ഇന്നെന്നെ ഈ വേദിയോട് ചേർത്ത് ബലപ്പെടുത്തി നിൽക്കുന്നത് എൻ്റെ സങ്കടങ്ങൾ മാത്രമാണ്. കേരളത്തിൽ വളരെ പ്രശസ്തനായി തീർന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ബാല്യനാമം കുട്ടൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാബു. കോട്ടയത്ത് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 സ്നേഹിതന്മാരാണ് കുട്ടനും ബാബുവും. ബാബുവിന് വലിയ വീടാണുള്ളത്. ഒരിക്കൽ ഈ കുട്ടൻ ബാബുവിനോട് പറയുകയാ, നിന്റെ വീട് വലിയ വീടാണെന്ന് ഞാൻ കേട്ടു, നിന്റെ വീടൊന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ബാബു പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും ഇല്ലാത്ത സമയത്ത്, നീ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും ഇല്ലാത്ത സമയത്ത് നീ എൻ്റെ വീട്ടിലേക്ക് വരിക. ഒരു ദിവസം അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു ദിവസം കുട്ടൻ ബാബുവിൻ്റെ വീട് കാണുവാൻ പോവുകയാണ്. ബാബുവിൻ്റെ വലിയ വീട് കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടൻ. കുട്ടനെ ഏറ്റവും അധികം കുട്ടൻ്റെ കണ്ണുകളിൽ പതിക്കപ്പെട്ടത് എന്താണെന്നറിയാമോ? ആ വീടിൻ്റെ മുൻപിൽ നായയെ വളർത്തുന്ന വലിയൊരു കൂടുണ്ട്. ആ കൂട്ടിൽ സുന്ദരനായ ഒരു കുഞ്ഞു പട്ടിയുണ്ട്, നായുണ്ട്. ആ നായ്ക്ക് മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അവർ തിരിച്ച് സ്കൂളിലേക്ക് വന്നു. പഠനങ്ങൾ ഇങ്ങനെ നീങ്ങു പോവുകയാണ്. ഇൻസ്പെക്ഷനായിട്ട് ഒരു അധ്യാപകൻ സ്കൂളിൽ വന്നു. എല്ലാവരോടും ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹം? കുഞ്ഞുങ്ങൾ പറയാൻ തുടങ്ങി, എനിക്ക് മിലിറ്ററി ഉദ്യോഗസ്ഥനാകണം, അധ്യാപകനാകണം, നല്ല നല്ല ആഗ്രഹങ്ങളാകണം. കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ നായ ആകണം, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ പട്ടി കഴിക്കുന്നതെങ്കിലും എനിക്ക് കിട്ടണമെന്നാണ് അവൻ്റെ സങ്കടം. അവഗണനകളാണ് അവൻ്റെ സങ്കടം. ടീച്ചർ കണ്ണുനീരോടെ ഈ കുട്ടനെ ചേർത്ത് പിടിച്ചു. അന്നു മുതൽ ആ അധ്യാപിക പഠിക്കുവാനുള്ള മുഴുവൻ സൗകര്യങ്ങളും ഈ കുട്ടന് നൽകി. കുട്ടൻ 10ാം ക്ലാസ് പാസ്സാകുന്നത് റാങ്കോടുകൂടിയാണ്. തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലാണ് അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. അതിനുശേഷം അദ്ദേഹം പഠിക്കുന്നത് ഡൽഹിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പഠിക്കുന്നത് ലണ്ടനിലാണ്. ലണ്ടനിൽ പഠിപ്പിച്ച് അവസാനിക്കുന്ന സമയത്ത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കുട്ടന്റെ കൈവശം ഒരു കത്ത് കൊടുത്തു. ഈ കത്ത് നീ ഭാരതത്തിൽ ചെല്ലുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ ഏൽപ്പിക്കണം. കുട്ടൻ നെഹ്റുവിനെ സന്ദർശിച്ച് ആ എഴുത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ പക്കൽ കൊടുത്തു. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ അടുക്കൽ, നെഹ്റുവിന്റെ അടുക്കൽ വരുന്ന ഈ സാധാരണക്കാരനായ കുട്ടി, സങ്കടങ്ങളുള്ള കുട്ടി, അവഗണനകൾ ഒത്തിരി ഏറ്റിട്ടുള്ള ഈ കുട്ടി വലിയ സാധ്യതകളുള്ള ഒരു യുവാവാണ്. അവനെ പരമാവധി ഉപയോഗിക്കണം. നെഹ്റു മാസങ്ങൾക്ക് ശേഷം ഈ മനുഷ്യനെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറയുക, നീ ബർമ്മയിലേക്ക് പോകണം, ഇന്ത്യയുടെ സ്ഥാനപതിയായി നീ ബർമ്മയിലേക്ക് പോകണം. അവിടെ നിന്ന് ആ മനുഷ്യൻ തിരിച്ചു വന്നു. ഇന്ത്യയിൽ പല പല സ്ഥാനങ്ങൾ അലങ്കരിച്ചു ആ മനുഷ്യൻ. എല്ലാ ചരിത്ര താളുകളും കേരളം അഭിമാനമായി, എല്ലാ വാർത്താ മാധ്യമങ്ങളും, എല്ലാ പത്രങ്ങളും, അന്ന് ദിനപത്രങ്ങളാണല്ലോ ഏറ്റവും അധികമുള്ളത്, എല്ലാ ദിനപത്രങ്ങളും ഏറ്റവും ശ്രദ്ധയോടെ എഴുതി, ഡോക്ടർ KR നാരായണൻ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സങ്കടങ്ങൾ, അവഗണനകൾ, വേദനകൾ, നിരാശകൾ, ഇതിലൊന്നും തകർന്നു പോകുന്നവനല്ല ഞാൻ എന്നുള്ള ചിന്തയല്ല ഉള്ളത്. ഞാൻ എന്നുള്ള ചിന്തയ്ക്കപ്പുറം ഞാൻ എന്തുള്ളൂ, അടിയന്റെ കുടുംബം എന്തുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക്, അവകാശത്തിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ തക്കവണ്ണം ദാവീദ് രാജാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനത്ത്
വലിയൊരു സമരം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ചിന്തിച്ചാൽ ഇത് അവഗണനയുടെ സമരം തന്നെയാണ്. മണ്ണുമായി ആത്മബന്ധം പുലർത്തുന്നവരുടെ ആത്മീയതയിൽ ഒരിക്കലും സുഗന്ധലേപനമില്ല. മണ്ണുമായി ആത്മബന്ധം പുലർത്തുന്നവരുടെ ആത്മീയതയിൽ ഒരിക്കലും സുഗന്ധങ്ങളില്ല. മറിച്ച് എന്താണ് ഗന്ധം? വിയർപ്പാണ് ഗന്ധം, അധ്വാനമാണ് വിയർപ്പ്. വയോധികരാണ് സമരം ചെയ്യുന്നവരിൽ അധികവും. വയോധികരാണ്, വൃദ്ധരായ ആളുകളാണ് സമരം ചെയ്യുന്നവരിൽ അധികവും. എന്താണ് അവരുടെ കരുത്ത്? മനുഷ്യ സ്നേഹമാണ് അവരുടെ കരുത്ത്. എന്താണ് അവരുടെ കരുത്ത്? അധ്വാനമാണ് അവരുടെ കരുത്ത്. അധ്വാനമാണ് അവരുടെ കരുത്ത്. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയിൽ നിന്ന് നിൽക്കുന്ന വലിയ അവഗണനകളുണ്ട്. ഈ അവഗണനകൾക്ക് മുമ്പിൽ പിതാക്കന്മാരുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനകളുണ്ട്. അക്രമമില്ലാതെ, അഹിംസ ഇല്ലാതെ, ഹിംസയില്ലാതെ, മാർഗദർശനത്തോടുകൂടി ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ആരോരുമില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ദൈവത്തിന്റെ കരവലയത്തിൽ, ദൈവത്തിന്റെ സംരക്ഷണത്തിൽ, ദൈവത്തിന്റെ കരസ്പർശത്തിൽ ന്യായാധിപന്മാർ ഒറ്റപ്പെടുത്തുമ്പോൾ, അധികാരികൾ ഒറ്റപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥനയുടെ കണ്ണുനീരുയരുമ്പോൾ കരുണ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. കണ്ണുനീരുയരുമ്പോൾ കരുണ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെയാണ് ക്രിസ്തു സൂചിപ്പിക്കുന്നത്, നിയമം നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത്. നിയമത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത്. ഇന്ന് പല പെൺകുട്ടികളും അവഗണനയുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പെൺകുട്ടി ജനിച്ചു വീഴുമ്പോഴേ പറയും, ഇവളെ കെട്ടിച്ചു വിടാനുള്ളതാണ്. നീ കെട്ടിച്ചു വിട്ടാലോ നമ്മൾ പറയും, ഇവള് വന്നു കയറിയവളാണ്. കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടുവാനുള്ളവളാണ്. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാലോ നമ്മൾ പറയും, ഇവൾ വന്ന് കയറുവാനുള്ളതാണ്. ഒരു പെൺകുട്ടി തന്നെ വിവാഹം കഴിച്ചു വിട്ടപ്പോൾ അവളുടെ സമ്പാദ്യമായ പുസ്തകം കൊണ്ടാണ് വരന്റെ പുതിയ കുടുംബത്തിലേക്ക് ചെന്ന് കയറുന്നത്. വരന്റെ കുടുംബത്തിലെ എല്ലാവരും പരിഹാസത്തോടെയാ ഈ പെൺകുട്ടിയെ കാണുന്നത്. നീ എന്തിനാ ഈ പുസ്തകങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുവന്നത്? അവഗണനകളാണ്, നിന്ദകളാണ്, പരിഹാസങ്ങളാണുള്ളത്. ഒരിക്കൽ മഹാത്മജി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ അദ്ദേഹമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നു. എന്നിട്ട് പറയുക, മഹാത്മജി ജയ്, ഗാന്ധിജി കി ജയ്. എന്നാൽ ആ കൂട്ടത്തിൽ ഗാന്ധിജിയുടെ മകൻ ഹരിലാലുണ്ട്. ഹരിലാൽ എന്താ വിളിക്കുന്നറിയാമോ? കസ്തൂർബ ജയ്. ഹരിലാൽ വിളിച്ച മുദ്രാവാക്യം ഇങ്ങനെയാണ്, എൻ്റെ അമ്മ, എൻ്റെ അമ്മ, എൻ്റെ അമ്മയാണ് വലുത്. ഗാന്ധിജി എന്ന ഭാരതത്തിന്റെ വലിയ പുരുഷൻ, ലോകത്തിന്റെ വലിയ പുരുഷൻ ഇന്നും നിത്യസ്മരണകളായി എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ നിലനിൽക്കുമ്പോൾ, ആ ഗാന്ധിജി എന്ന പച്ചയായ മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന അനുഭവത്തിൽ ഗാന്ധിജിയെ നിലനിർത്തുവാൻ ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട മകൻ ഹരിലാൽ ആ യാത്രയിൽ തൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് മുസംബി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധിജി ചോദിച്ചു, എനിക്കും കൂടെ അല്പം തരണമെന്ന് പറഞ്ഞപ്പോൾ ഹരിലാൽ പറയുകയാണ്, ഇതെൻ്റെ അമ്മയ്ക്കുള്ളതാണ്, ഇതെൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഓരോ അമ്മമാരും, ഓരോ സ്ത്രീകളും എവിടെയാണോ അവഗണനകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് എൻ്റെ കുടുംബത്തിനെ എങ്ങോട്ടാണ് ഞാൻ കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ ശാന്തമായി ചിന്തിക്കേണ്ടുന്ന അനുഭവമാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ ദാവീദ്, എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം അവഗണനയിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്? അനുഗ്രഹത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു. അത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ കണ്ണിന് കാണുന്നു, നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യനോ കണ്ണുകൊണ്ട് നോക്കുന്നു, യഹോവയോ
ഹൃദയത്തെ നോക്കുന്നു. രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്തവൻ എന്നുള്ളതാണ്. ഹൃദയത്തിന് യഹോവയാം ദൈവം ഹൃദയത്തെ നോക്കുന്നു. നമുക്കറിയാമല്ലോ, യഹൂദ പാരമ്പര്യങ്ങളിലും അടിസ്ഥാനങ്ങളിലുമെല്ലാം ഹൃദയത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാവുകൊണ്ട് പറയുന്നു. പക്ഷേ മനസ്സാണ് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കാണണം, എൻ്റെ ചെവി കൊണ്ട് എന്ത് കേൾക്കണം, എൻ്റെ നാവ് കൊണ്ട് എന്തു പറയണം എന്ന് എന്നെ പറയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് മനസ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് പൂർവിക പിതാക്കന്മാർ പറഞ്ഞത്, മനസ്സ് നന്നായാൽ എല്ലാം നന്നായി എന്ന്. മനസ്സ് നന്നായാൽ എല്ലാവും നന്നായി എന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്തവനെന്ന് ദൈവം ദാവീദിനെ വിളിക്കുവാൻ കാരണം, ദൈവമാണല്ലോ സർവവും നിയന്ത്രിക്കുന്നവൻ. ദൈവമാണല്ലോ സർവവും നിയന്ത്രിക്കുന്നവൻ. തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണ് ദാവീദ് എന്നുള്ള ഉത്തമമായ ബോധ്യവും തിരിച്ചറിയുവുമാണ് ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ ദാവീദ് രാജാവ് യഹോവയാം ദൈവത്തോട് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 2, ദാവീദ് രാജാവിനെ അവഗണനയുടെ മധ്യത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ റോമർക്കെഴുതിയ ലേഖനം, പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. എനിക്ക് കരുണ തോന്നണമെന്ന് തോന്നുന്നവനോട് ഞാൻ കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുക, ഇച്ഛിക്കുന്നവനല്ല, ആഗ്രഹിക്കുന്നവനല്ല, പിന്നെയും ഓടുന്നവനുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധ്യമാകുന്നത്. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. ദാവീദിനോട് യഹോവയാം ദൈവം പറയുകയാ, നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. നീ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ഞാൻ നിന്നെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അതിൻ്റെ പേരാണ് കാരുണ്യം. ഒരു മനുഷ്യന്റെ അവസ്ഥയെ തിരിച്ചറിയുവാൻ കഴിയുന്നതിൻ്റെ പേരാണല്ലോ ആത്മീയത. ആത്മീയതയ്ക്ക് ക്രിസ്തു നൽകുന്ന പേര് തന്നെയാണ് കരുണ എന്നുള്ള വാക്കുകൾ കൊണ്ട് പൂരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ ഞാൻ ആ അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് പറയുക, ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. ഈ കൺവെൻഷന്റെ 23-ാം കൺവെൻഷന്റെ വേദിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈ പുൾപിറ്റിനോട് ചേർന്ന് നിൽക്കുവാൻ ഞാൻ ആരാണ്? 2002 ഓഗസ്റ്റ് മാസത്തിലാണ് മാവേലിക്കര ഭദ്രാസനം രൂപീകൃതമാകുന്നത്. 2002 ഓഗസ്റ്റ് മാസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭദ്രാസനത്തിന്റെ കൗൺസിൽ അംഗമായിരുന്ന പ്രിയപ്പെട്ട ശ്രീ മാത്യു ജി മനോജ് എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, ചെങ്ങന്നൂർ ഭദ്രാസനക്കാരനായ എന്നോട് പറഞ്ഞു, മാവേലിക്കര ഭദ്രാസനം രൂപീകൃതമായി, പക്കോമിയസ് തിരുമേനിയെ പോയി കാണണമെന്ന്. ഞാനന്ന് ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ സൈക്കിൾ ചവിട്ടിയാണ് ഇടവങ്കാട്ടു നിന്ന് തഴക്കര MS സെമിനാരിയിൽ കടന്നു വന്നത്. ഞാൻ MS സെമിനാരിയോട് അടുക്കുമ്പോൾ എൻ്റെ ചങ്ക് പിടയുകയാണ്, എൻ്റെ ചങ്ക് നോവുകയാണ്. ഞാൻ വലിയ മനുഷ്യൻ പക്കോമിയസ് തിരുമേനിയുടെ അടുക്കലേക്ക് ഒരിക്കൽ പോലും ഞാൻ തിരുമേനിയെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ആ വലിയ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ അടുത്ത് വരുമ്പോൾ തിരുമേനിയുടെ വാഹനം നിയന്ത്രിക്കുക, അപ്പോൾ അതുപോലെ തന്നെ തിരുമേനിയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സാബുച്ചായൻ അന്ന് വാഹനം കഴുകിക്കൊണ്ടിരിക്കുക തിരുമേനിയുടെ. ഞാൻ ആ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എനിക്ക് തിരുമേനിയെ ഒന്ന് കാണാൻ പറ്റുമോ?
സാവുചയൻ പറഞ്ഞു, മോൻ അങ്ങോട്ട് ചെന്നാട്ട് തിരുമേനിയെ കാണാവുന്ന. ഞാൻ തിരുമേനിയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ തിരുമേനി എൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാ, നീ നാളെ മുതൽ ഇവിടെ വന്ന് താമസിക്കുക. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ പുൽപ്പിറ്റിന് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വഴികളും വാതായനങ്ങളും അടഞ്ഞുപോയി എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ വർഷം ഭവനം നിർമ്മിച്ച് അതിൻ്റെ കൂദാശ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അദ്ദേഹം എൻ്റെ ബന്ധു തന്നെയാണ്, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഒരു വാചകം, അച്ഛന് ഒരു നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ്, പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയെ പരിചരിച്ചു, ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിച്ചു എന്നുള്ളത്? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ഇല്ലാതായി പോകുമെന്ന് ചിന്തിക്കുന്ന നിരാശയുടെ പല അനുഭവങ്ങളുണ്ട്. നീ ഏത് അവസ്ഥയിലായിരുന്നാലും നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ കഴിയുന്നവനാണ് നിന്റെ പിതാവാം ദൈവം. എന്നെ ഒന്നിനായ വിളനിലത്തച്ഛൻ്റെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട്. ഒന്നിനായ വൈദിക ശ്രേഷ്ഠ ബലപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠരും അനുജനുമായ സഹോദരങ്ങളായ വൈദികർ ബലപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ടാണ് ഞാനായിരിക്കുന്നത്, എൻ്റെ ഗ്രഹമായിരിക്കുന്നത്. വീണ്ടും ദാവീദ് രാജാവായി തീരുവാൻ, അഭിഷേകം ചെയ്യുവാൻ 1 ശമൂവേൽ 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയും, ബോധിച്ച മനുഷ്യൻ. തിരുമേനി ആമുഖവാക്കിൽ പറഞ്ഞല്ലോ, സുബോധം. എന്താ ബോധം എന്ന് പറയുന്നത്? ബോധം സ്ഥിരമാകുമ്പോഴാണ് ബലഹീനതയിൽ ശക്തി ലഭിക്കുന്നത്. ബോധം സ്ഥിരമാകുമ്പോഴാണ് ബലഹീനതയിൽ ശക്തി ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ബോധമാണ്. ബോധം എന്ന് പറയുന്നത് സുബോധം, ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്ന് അഭിമന്യ തിരുമേനി ഓർമ്മപ്പെടുത്തി. ബോധം എന്നത് നിരന്തരമായി ഒരുവന്റെ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ബോധം. ബോധം എന്നത് മനുഷ്യത്വം തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ധർമ്മം കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ എല്ലാ തിരക്കിനും അപ്പുറത്ത് 2 മിനിറ്റ് മനസ്സിനെ ഒന്ന് ശാന്തമാക്കുവാൻ ശ്രമിക്കുക. വിയറ്റ്നാമിൽ ജീവിച്ച താക് ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ രേഖപ്പെടുത്തി, മൈൻഡ്ഫുൾനെസ്, പ്രകാശമുള്ള ബോധം. അതാണ് ധർമ്മം. ചെയ്യേണ്ടപ്പോൾ ചെയ്യുന്നതാണല്ലോ ധർമ്മം. അനുദപിക്കേണ്ടുന്ന കാലമാണിത്. ദാവീദ് പാപിയാണ്, തെറ്റ് സംഭവിച്ചു പോയി എന്നുള്ള ബോധ്യതയിൽ 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ ഞാൻ പാപിയായ മനുഷ്യൻ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുമ്പോൾ കണ്ണുനീരിന്റെ ചാലുകൾ ഉയർത്തി, കണ്ണുനീർ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, ഭൂമിയിലേക്ക് കരുണ ഇറങ്ങി വരുവാൻ അവൻ പ്രാർത്ഥിച്ചു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുതാക്കണം. നിർമ്മലമായ ഹൃദയവും സ്ഥിരമായ ആത്മാവും നിലനിൽപ്പാണ്, എക്സിസ്റ്റൻസ് ആണ്. ഞാൻ നിലനിൽക്കുവാൻ, എൻ്റെ തലമുറ നിലനിൽക്കുവാൻ സ്ഥിരമായ ആത്മാവ് വേണം, നിർമ്മലമായ ഹൃദയം വേണം. അതിനെക്കുറിച്ചാണ് ചിന്തകൻ പറഞ്ഞത് മൈൻഡ്ഫുൾനെസ്, ബോധമുള്ളത്, പ്രകാശമുള്ള ബോധം എന്നത്. ശിമ നമസ്കാരത്തിൽ പിതാക്കന്മാർ പാടി, നാഥൻ നോക്കവേ വിറകൊണ്ടു ധരമാനവർദ്ധൻ ദുഷ്ടതയാൽ ധർമ്മക്ഷയമേറിയിടുകയാൽ ഇളകീധരതൻ ആധാരം. ധർമ്മത്തിന് കുറവ് സംഭവിക്കയാൽ ഭൂമിയുടെ അടിസ്ഥാനം ഇളകിപ്പോയി. പിഴവോൽ പകരം വീട്ടരുതേ, സർവാധീശാത്തേ സ്തോത്രം. പിഴവോൽ എന്നോട് പകരം വീട്ടരുത്, സർവാധീശ തേ സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അവഗണനകളിൽ, നിരാശകളുടെ അനുഭവത്തിൽ, രോഗങ്ങളുടെ അനുഭവത്തിൽ, ഞാൻ ഇല്ലാതായി പോകുമെന്ന അനുഭവത്തിൽ എന്നെ നിലനിർത്തിയ, എന്നെ ബലപ്പെടുത്തിയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവൻ എന്നുള്ള ബോധ്യത നമ്മെ ഭരിക്കുവാൻ ഇടയാക്കട്ടെ.
നാം ആക്കുന്ന സങ്കടങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അവഗണിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയട്ടെ. എൻ്റെ കൈകൾ കൊണ്ട് പിടിച്ച് ഒരാളിനെ തള്ളിയിടുവാൻ കഴിയും. എന്നാൽ എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് എൻ്റെ സഹോദരനെ മാറോട് ചേർത്ത് പിടിക്കുവാനും കഴിയും. എൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ സഹോദരനെ ചേർത്ത് എൻ്റെ മാറോട് ചേർത്ത് പിടിക്കുവാനായിട്ടും കഴിയും. കഴിഞ്ഞ ആഴ്ചയിൽ പത്രമാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി ഒരു പെൺകുട്ടിയുടെ പടവും വാർത്തയും ഉണ്ടായി. മിസ് യൂണിവേഴ്സ് റണ്ണറപ്പ്, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകൾ. അവൾ അനേക കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അവൾ പറഞ്ഞതിൽ എൻ്റെ കണ്ണിനെയും എൻ്റെ നാവിനെയും മനസ്സിനെയും ചിന്തിപ്പിച്ചൊരു വാചകം ഇങ്ങനെയായിരുന്നു: ചോരയും കണ്ണുനീരുമായിരുന്നു എൻ്റെ ഭക്ഷണം. ചോരയും കണ്ണുനീരുമായിരുന്നു എൻ്റെ ഭക്ഷണം. എന്നാൽ സ്വപ്നങ്ങളാണ് എന്നെ നിലനിർത്തിയത്. സ്വപ്നങ്ങളാണ് എന്നെ നിലനിർത്തിയത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അവഗണനകളുടെ മധ്യത്തിൽ ദൈവം നമ്മെ ഉയർത്തി നിർത്തുമ്പോൾ ദാവീദ് രാജാവിനോട് ചേർന്ന് എനിക്കും നിങ്ങൾക്കും പറയുവാൻ കഴിയണം, ദൈവത്തിന്റെ കരുണ എത്രയും വലുതാണ്, എത്രയും നന്മയാണ് എന്നുള്ളത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ദാവീദിനെ കൊല്ലുവാൻ ശൗലിനെ കൊല്ലുവാൻ ദാവീദും ആഗ്രഹിക്കുകയാണ്. ദാവീദ് എങ്ങനെയെങ്കിലും ശൗലിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ ബദ്ധശത്രുക്കളാണ്. 26-ാം അധ്യായം പറയുകയാണ്, ദാവീദ് ഒളിച്ചു കഴിയുകയാണ് ശൗലിനെ കൊല്ലുവാനായിട്ട്. സോഫാർ എന്ന് പറയുന്ന സ്ഥലത്ത് ദാവീദ് ഒളിച്ചു കഴിയുമ്പോൾ സോഫാറിലെ നിവാസികൾ ദാവീദിനോട് പറയുക, ശൗൽ ഇവിടെയുണ്ട്, നിനക്കിപ്പോൾ വേണമെങ്കിൽ ശൗലിനെ കൊല്ലാം. പക്ഷെ ശൗൽ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ അഭിഷിക്തനെ കൊല്ലുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിന്റെ അഭിഷിക്തനെ കൊല്ലുകയില്ല. എൻ്റെ യോഗ്യത എന്താണ്? കർത്താവേ, നീ എന്നെ അറിയുന്നു. നിന്റെ വചനം നിമിത്തം, നിന്റെ ഇഷ്ടം നിമിത്തം ഞാൻ എൻ്റെ ശത്രുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. ദാവീദിന്റെ പറച്ചിലിങ്ങനെയാണ്, എൻ്റെ ദൈവത്തിന്റെ അഭിഷിക്തനെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോവിഡ് കാലം ബദലുകൾ സൃഷ്ടിക്കുന്ന കാലമാണ്. ഓൾട്ടർനേറ്റീവ്സുകൾ സൃഷ്ടിക്കുന്ന കാലമാണ് കോവിഡ് കാലം. ഓൾട്ടർനേറ്റീവ്സുകൾ ധാരാളം നമ്മുടെ മുൻപിൽ സാധ്യതകളായി എത്തുമ്പോൾ ദാവീദ് ബദലുകൾ സൃഷ്ടിച്ചവനാണ്. സമാധാനം തന്റെ മുമ്പിൽ, യഹോവയുടെ അഭിഷിക്തന്റെ മുമ്പിൽ സമാധാനവും സമരസപ്പെടുവാനുമുള്ള വാതിലുകൾ സൃഷ്ടിച്ചവനാണ് ദാവീദ്. ശത്രുവിനോട് കരുണ കാണിച്ചവനാണ് ദാവീദ്. സൈന്യാധിപനാണ്, സകല അധികാരവുമുള്ളവനാണ് ദാവീദ്. എന്നാൽ ശത്രുവിനോട് കരുണ കാണിച്ചവനാണ് ദാവീദ്. എല്ലാം മറക്കുവാനുള്ളതാണെന്നതാണ് കാരുണ്യം. എല്ലാം മറക്കുവാനുള്ള പാഠമാണ് കാരുണ്യം. എല്ലാം മറക്കുവാനുള്ളതാണെന്നുള്ളതാണ് കാരുണ്യം. എല്ലാം മറക്കുവാനുള്ള പാഠമാണല്ലോ കാരുണ്യം എന്ന് പറയുന്നത്. ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ എൻ്റെ ശത്രുവിനെ ശപിക്കുന്നവനാണ്. ഞാൻ എൻ്റെ ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവനാണ്. ഞാൻ എൻ്റെ ശത്രുവിനെ ആഭിചാരവും അക്രമവും ഉപയോഗിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവനാണ്. പക്ഷെ ദാവീദ് രാജാവ് തന്റെ യോഗ്യതയായി എൻ്റെ ജീവിതത്തോട് ബന്ധിപ്പിച്ച് പറയുകയാണ്, ദൈവത്തിന്റെ അഭിഷിക്തനായ ശൗലിനെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ മൺകുടത്തോട് കിണർ ചോദിച്ചു, ഏത് കാലാവസ്ഥയിലും തണുപ്പ് പകരുവാൻ നിനക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? മൺകുടം പറഞ്ഞു, ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാ, ഞാൻ മണ്ണിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ മണ്ണിൽ ചേരുവാനുള്ളവനാണ്. ഞാൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ്. ഞാൻ മണ്ണിലേക്ക് പോകേണ്ടവനാണ്. അഹന്തയും അസൂയയും എന്നെ എല്ലാം ഇല്ലാതാക്കുകയാണ്. അവൻ പറയുകയാണ്, മൺകുടം പറയുകയാണ്, തണുത്തു പോവുക, കുളിർമയുള്ളതായി തീരുക, തണലായി തീരുക. തണുത്തു പോവുക, കുളിർമയായി തീരുക, തണലായി തീരുക. ദാവീദ് രാജാവ് ശൗലിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് എന്നോട് നിങ്ങളോടും പറയുന്നത്. കുറച്ചുകൂടി സമാധാനത്തോടെ ജീവിക്കുവാൻ ദേശത്തും
വീട്ടിലും നാട്ടിലും പരസ്പരം സഹായിക്കുവാൻ കഴിയണം. അതിന്റെ പേരാണല്ലോ സ്നേഹം. അഭ്യം തിരുമേനി സൂചിപ്പിച്ചല്ലോ ശുഭക്കോനയും നിരപ്പുമെല്ലാം സ്നേഹമാണെന്ന്. കുറച്ചുകൂടി സമാധാനത്തിൽ ജീവിക്കുവാൻ, ദേശത്തും വീട്ടിലും നാട്ടിലും പരസ്പരം സഹായിക്കുവാൻ കഴിയുന്നതിന്റെ പേരാണ് സ്നേഹം. സമാധാനത്തോടെ ജീവിക്കുവാൻ കാരണമായി തീരുക. ശാന്തമായി ചിന്തിച്ചേ, ഇന്ന് സമാധാനമുണ്ടോ? സമാധാനം പരസ്പരം നൽകുവാൻ കഴിയുന്നുണ്ടോ? സമാധാനം പരസ്പരം നൽകുവാൻ കഴിയുന്നുണ്ടോ? എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. 3 നോമ്പിൻ്റെ പ്രഭാത നമസ്കാരത്തിൽ യോനാ പ്രവാചകനെയും നിനിവ നഗരത്തെയും അനുസ്മരിച്ചുകൊണ്ട് പ്രഭാത പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഗീതമുണ്ട്. ആ ഗീതം എങ്ങനെയാണ്? യോനാ കുടിലിരുന്നും കൊണ്ടാപുരിയെ നോക്കി, നിനുവാപുരി കൃപ ചെയ്തിടാൻ ദൈവത്തെ നോക്കി. നാളുകളെല്ലാം തീരാറായപ്പോൾ അന്യോന്യം നൽകി സമാധാനം. പുരുഷന്മാരും നാരികളും ബാലകരും കേണു. ആമുറവിളി സ്വർഗം പൂകി പ്രീതനായി ദൈവം. ഹാലേലുയ്യ, ഓ ഹാലേലുയ്യ. നിനിവ നോമ്പിലെ തിങ്കളാഴ്ച പ്രഭാത നമസ്കാരത്തിൻ്റെ ഗീതമാണ് നാം കേട്ടത്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? യൗനാൻ ദീർഘദർശി തണലിലിരുന്നു കൊണ്ട് നിനുവ നഗരത്തെ സൂക്ഷിച്ചു നോക്കി. നിനുവയുടെ മേൽ കരുണയുണ്ടാകുവാൻ അത് ദൈവത്തെ സൂക്ഷിച്ചു നോക്കി. നിനുവ നഗരത്തെ നോക്കി, യോനാ നഗരത്തെ നോക്കി, നഗരം ദൈവത്തെ നോക്കി. കാലാവധി തികഞ്ഞപ്പോൾ എല്ലാവരും അവനവന്റെ അടുത്തവന് സമാധാനം കൊടുത്തു. കാലാവധി തികഞ്ഞപ്പോൾ എല്ലാവരും അവനവന് അടുത്തവന് സമാധാനം കൊടുത്തു. ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ സമാധാനം നൽകുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ഏറ്റവും അധികമായി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്കേവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന്. അന്യോന്യം സ്ലോമോ നൽകി എന്നുള്ള ഗീതം നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആലപിക്കാറുണ്ട്. സുറിയാനി പാരമ്പര്യത്തിൽ അത് ഗീതമില്ല, എന്നാൽ ഉയർപ്പിന്റെ ശുഭകോന ശുശ്രൂഷയിൽ ആ ഗീതം ചേർത്തിട്ടുണ്ട്. തൽ സ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ. സ്ലോമോയും ശൈനോയും സമാധാനമാണ്. സ്ലോമോ എന്ന വാക്കിന്റെ അർത്ഥം സമാധാനമാണ്. ശൈനോ എന്ന വാക്കിന്റെ അർത്ഥം ഫലഭൂയിഷ്ഠത എന്നാണ്. കൾട്ടിവേറ്റഡ് ലാൻഡ് എന്നാണ്. തൽ സ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ എന്നാളും. യോനയുടെ നിനുവ നഗരം പൈതങ്ങൾ കരഞ്ഞു, സ്ത്രീകൾ നിലവിളിച്ചു, പുരുഷന്മാർ വിലപിച്ചു. സമസ്ത സസ്യ മനുഷ്യജാതി മൃഗജാതികളും കരഞ്ഞു. ദൈവത്തിന്റെ കോപം നിരപ്പായി ഭൂമിയിൽ സമാധാനം ഇറങ്ങി വരണം. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വന്ന് പരസ്പരം സമാധാനം നൽകി. ദൈവത്തിന്റെ സമാധാനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പരസ്പരം സമാധാനം നൽകി. സമാധാനം ഭയമില്ലാത്ത അനുഭവമാണ്. സമാധാനം ഭയം ഉള്ളിലില്ലാതെ ഉള്ളിൽ ആനന്ദം ലഭിക്കുന്ന അനുഭവമാണ് സമാധാനം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അതാണ് സമാധാനം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ബദൽ നമുക്ക് തേടുവാൻ കഴിയട്ടെ. ദാവീദ് രാജാവ് യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, ദൈവമായ യഹോവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. അവഗണനകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുകയാണ്.
പ്രതിയോഗിയുടെ മുമ്പിൽ സമരസപ്പെടുകയാണ്. ബദൽ മാർഗം സമാധാനം മാത്രമാണ്. കർത്താവിൻ്റെ സമാധാനം ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ. സമാധാനം നമുക്കറിയാം, ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരാണ് പരസ്പരം സമാധാനം നൽകുന്നത്. മെത്രാപ്പോലീത്തന്മാർ അവർ പരസ്പരവും, വൈദികർ അവർ പരസ്പരവും, വിശ്വാസികൾ അവർ പരസ്പരവുമാണ് സമാധാനം നൽകുന്നത്. ദൈവത്തിൻ്റെ സമാധാനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പരസ്പരം സമാധാനം നൽകുന്ന നല്ല നാളുകൾ ദൈവസന്നിധിയിൽ ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് തിരിഞ്ഞു നോക്കാം, കുറച്ചുകൂടി നന്നായി ജീവിക്കാം, ജീവിതത്തിൻ്റെ പിന്നോട്ടടിക്കുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കാം, എളിമപ്പെടാം, വിനയപ്പെടാം. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്മ